കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് കരുത്തായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നീം സംഗമത്തിന് അല്പസമയത്തിനകം ദുബായിൽ തുടക്കമാകും. പുതുതായി രൂപീകരിച്ച ഓവർസീസ് കെയർലൈറ്റ്സ് ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയുടെ നേതൃത്വത്തിലാണ് നീം സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത്. വിവിധ രാജ്യങ്ങളിലെ ഇടത്തരം പ്രവാസി മലയാളി സംരംഭകരിൽ നിന്ന് നിക്ഷേപം ആകർഷിക്കുകയാണ് സംഗമത്തിന്റെ ലക്ഷ്യം. വിവരങ്ങളുമായി ദുബായിൽ നിന്നും ജമാലുദ്ദീൻ ചേരുകയാണ്. ജമാൽ, എന്താണ് ഇപ്പോൾ പരിപാടി ആരംഭിച്ചു കഴിഞ്ഞു? എന്താണ് നിലവിലെ അവസ്ഥ? അല്പസമയത്തിനകം ഈ നിക്ഷേപക സംരംഭം ആരംഭിക്കും. ദുബായ് ലേമറിഡൻ ഹോട്ടലിലാണ് ഈ സംഗമം നടക്കുന്നത്. കേരളത്തിന്റെ വികസനത്തെ സംബന്ധിച്ച്, കേരളത്തിലേക്ക് നിക്ഷേപം കൊണ്ടുവരുന്നത് സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു യോഗം തന്നെയാണ് നടക്കുന്നത്. കേരളത്തിന്റെ വികസന പദ്ധതികൾ നേരത്തെ തന്നെ മന്ത്രിമാർ ഇവിടെ UAE പ്രവാസി കൗൺസിലർക്ക് പരിചയപ്പെടുത്തിയിരുന്നു. സ്പീക്കർ പി ശ്രീരാമകൃഷ്ണന്റെയും മന്ത്രി EP ജയരാജിന്റെയും നേതൃത്വത്തിൽ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് UAE വിവിധ ഭാഗങ്ങളിൽ യോഗങ്ങൾ സംഘടിപ്പിച്ച് കേരളത്തിന്റെ വികസന പദ്ധതികളും നിക്ഷേപ സംരംഭങ്ങളുടെ അവസരങ്ങളും ഈ UAE പ്രവാസി സംരംഭങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നു. അതിന്റെ ഒരു ആകെത്തുകയാണ് ഇന്ന് ഉണ്ടാകാൻ പോകുന്നത്. തീർച്ചയായും കേരളത്തിന്റെ വികസന പദ്ധതികളിൽ പങ്കാളികളാകാൻ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് നിരവധി പ്രവാസി സംരംഭകർ രംഗത്ത് വന്നിട്ടുണ്ട്. 5 ലക്ഷം രൂപ മുതൽ കോടികൾ വരെ മുടക്കാൻ കഴിയുന്ന തരത്തിലുള്ളതാണ് വികസന പദ്ധതികൾ. തീർച്ചയായും അല്പസമയത്തിനകം തന്നെ ദുബായിലെ ലേമറിഡൻ ഹോട്ടലിൽ ഈ യോഗം ആരംഭിക്കും. മുഖ്യമന്ത്രി ഇപ്പോൾ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ശരി ജമാൽ, കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് കരുത്തായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നീം സംഗമം അല്പസമയത്തിനകം ദുബായിൽ നടക്കും. ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങളാണ് ദുബായിൽ നിന്നും ജമാൽ നൽകിയത്. ഗൾഫിൽ തൊഴിൽ തേടി പോകുന്നവർക്ക് സർക്കാർ തൊഴിൽ പരിശീലനം നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പരിശീലനത്തിന് ശേഷം സർട്ടിഫിക്കറ്റുകളും നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ദുബായിൽ സംഘടിപ്പിച്ച വിഷൻ കേരള 2020 യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക്. കേരളത്തിന്റെ വികസനത്തിൽ പ്രവാസി മലയാളികളുടെ പങ്ക് എടുത്തു പറഞ്ഞാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗം ആരംഭിച്ചത്. പ്രവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ ഫലപ്രദമായ ഒട്ടേറെ നടപടികൾ കൈക്കൊണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഗൾഫിലേക്ക് തൊഴിൽ തേടി പോകുന്നവർക്ക് സർക്കാർ തൊഴിൽ പരിശീലനം നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദുബായ് ഇന്ത്യൻ അക്കാദമി സ്കൂളിൽ നടന്ന ചടങ്ങിൽ നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മന്ത്രിമാരായ EP ജയരാജൻ, കടകംപള്ളി സുരേന്ദ്രൻ, നോർക്ക വൈസ് ചെയർമാൻ K വരദരാജൻ, മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവ് ജോൺ ബ്രിട്ടാസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. NK കുഞ്ഞഹമ്മദ് സ്വാഗതവും ലോക കേരള സഭാംഗം RP മുരളി നന്ദിയും പറഞ്ഞു. UAE വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുക്കാനെത്തി. ക്യാമറമാൻ ശരത് പേട്ടത്തിനൊപ്പം T ജമാലുദ്ദീൻ, ദുബായ്. UAE പ്രവാസി മലയാളികളോട് സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ തങ്ങളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രവാസികൾ മുഖ്യമന്ത്രിയെ അറിയിച്ചു. പ്രവാസികൾക്കൊപ്പം സർക്കാർ കൂടെയുണ്ടെന്ന് മുഖ്യമന്ത്രി അവർക്ക് ഉറപ്പു നൽകി. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് കാണാം. ദുബായ് ഇന്ത്യൻ സ്കൂളിൽ നടന്ന പരിപാടിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവാസി മലയാളികളോട് സംവദിച്ചത്. നിയമപരമായ പ്രശ്നങ്ങളും പുനരധിവാസവുമായി ബന്ധപ്പെട്ട സംശയങ്ങളും പ്രവാസികൾ മുഖ്യമന്ത്രിയോട് ഉന്നയിച്ചു. യാത്രാ ദുരിതത്തെക്കുറിച്ചും നാട്ടിലെ വ്യവസായങ്ങളെക്കുറിച്ചും പ്രവാസികൾ മുഖ്യമന്ത്രിയോട് പറഞ്ഞു. 39 വിമാനം പുതിയ സർവീസുകൾ ആരംഭിച്ചു ഇന്ത്യയിലേക്ക്. അതിൽ എത്ര വിമാനങ്ങൾ നമ്മുടെ ഈ പാലക്കാട് ജില്ല, മലപ്പുറം ജില്ലയൊക്കെ കോഴിക്കോട് എയർപോർട്ട് കൂടുതൽ ആശ്രയിക്കണം. ശരി. പ്രവാസികളുടെ പ്രശ്നങ്ങളിൽ സർക്കാർ ക്രിയാത്മകമായി ഇടപെടുന്നുണ്ടെന്നും ഇപ്പോൾ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങളിൽ ആവുന്നതുപോലെ സഹായിക്കുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി. താമസ സൗകര്യം, മരുന്നിനുള്ള ചികിത്സാ സൗകര്യം, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു വയോജന സൗഹൃദ നില മൊത്തമായിട്ട് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നു. മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവ് ജോൺ ബ്രിട്ടാസ് മോഡറേറ്ററായി. സ്ത്രീകളും സാധാരണ തൊഴിലാളികളുമൊക്കെ മുഖ്യമന്ത്രിയോട് സംവദിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തൊഴിലാളികൾ സ്വരൂപിച്ച തുക ചടങ്ങിൽ കൈമാറി. ആദരസൂചകമായി തൊഴിലാളികൾ മുഖ്യമന്ത്രിക്ക് ഉപഹാരം നൽകി. മൃതദേഹങ്ങൾ നാട്ടിലേക്ക് അയക്കുന്നതിന് നേതൃത്വം നൽകുന്ന UAE സാമൂഹ്യ പ്രവർത്തകൻ റിയാസ് കുത്തുപറമ്പലിനെ ചടങ്ങിൽ ആദരിച്ചു. T ജമാലുദ്ദീൻ, ദുബായ്. രാജ്യത്തെ ആൾക്കൂട്ട ആക്രമണങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തി പ്രധാനമന്ത്രിക്ക് തുറന്ന കത്തെഴുതിയ സാംസ്കാരിക നായകർക്കെതിരെ രാജ്യദ്രോഹത്തിന് കേസ്. അടൂർ ഗോപാലകൃഷ്ണൻ, ചരിത്രകാരൻ രാമചന്ദ്ര ഗുഹ തുടങ്ങി 50 സാംസ്കാരിക നായകർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. സംഘപരിവാർ പ്രവർത്തകനായ അഭിഭാഷകൻ നൽകിയ പരാതിയിൽ ബീഹാർ പോലീസ് FIR രേഖപ്പെടുത്തി. പ്രധാനമന്ത്രിയുടെ പ്രവർത്തനങ്ങൾ താഴ്ത്തിക്കെട്ടൽ, രാജ്യത്തിന്റെ പ്രതിച്ഛായ മോശപ്പെടുത്തൽ തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ സാംസ്കാരിക നായകർ കത്തെഴുതിയെന്നാണ് പരാതി. സംഘപരിവാർ പ്രവർത്തകനായ അഭിഭാഷകൻ സുധീർ കുമാർ ഓജ നൽകിയ ഹർജിയുടെ അടിസ്ഥാനത്തിൽ ബീഹാർ മുസാഫിർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് സൂര്യകാന്ത് തിവാരി കേസെടുക്കാൻ ഉത്തരവിട്ടു. ഇതുപ്രകാരം സദർ പോലീസ് സാംസ്കാരിക നായകർക്കെതിരെ
രാജ്യദ്രോഹം, മതവികാരം വ്രണപ്പെടുത്തൽ, പ്രകോപനം സൃഷ്ടിക്കൽ എന്നീ വകുപ്പുകൾ പ്രകാരം എഫ്ഐആർ രേഖപ്പെടുത്തി. രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ആൾക്കൂട്ടാക്രമണങ്ങളിൽ ആശങ്ക വെളിപ്പെടുത്തിയാണ് സാംസ്കാരിക പ്രവർത്തകർ പ്രധാനമന്ത്രിക്ക് തുറന്ന കത്തെഴുതിയത്. മുസ്ലിങ്ങൾക്കും ദളിതർക്കുമെതിരായ ആക്രമണങ്ങൾ രാജ്യത്ത് വർദ്ധിക്കുന്നു. ജയ് ശ്രീറാം വിളികൾ യുദ്ധകാഹളമായി മാറിയെന്നും ജൂലൈയിൽ അയച്ച കത്തിൽ വ്യക്തമാക്കിയിരുന്നു. കേസെടുത്തതിനെ കത്തിലൊപ്പിട്ട അടൂർ ഗോപാലകൃഷ്ണൻ വിമർശിച്ചു. ജനാധിപത്യ വിരുദ്ധവും ആശങ്കാജനകവുമാണ് കേസെടുത്ത കോടതി നിലപാടെന്ന് അടൂർ ചൂണ്ടിക്കാട്ടി. നമ്മുടെ ഒരു രാജ്യം ഒരു സ്വതന്ത്ര ജനാധിപത്യ രാഷ്ട്രമായിട്ട് ശേഷിക്കുമ്പോൾ അത് മാറിപ്പോയാൽ പിന്നെ പറയാൻ വയ്യ. ഇപ്പോഴും അത് ജനാധിപത്യം നിലനിൽക്കുന്നുണ്ട് എന്ന വിശ്വാസത്തിലാണ് ഞങ്ങൾ എഴുതിയത്. അപ്പം പ്രധാനമന്ത്രിക്ക് വളരെ മര്യാദയോടുകൂടി, വളരെ താഴ്മയോടുകൂടി, മാന്യമായ രീതിയിൽ ഒരു യോഗ്യരെന്ന് വിശേഷിപ്പിക്കാവുന്ന ആളുകൾ ചേർന്ന് എഴുതിയ ഒരു കത്താണത്. അതിനെ ഇങ്ങനെയാണ് ഭരണകൂടം കാണുന്നതെങ്കിൽ വളരെ ദോഷകരമാണിത്. ഇത് വളരെ ദോഷകരമാണ്. നമ്മുടെ ഭാവിക്ക്, നമ്മുടെ ജനാധിപത്യത്തിന് വളരെ ദോഷമാണ്. അതെ, വളരെ ആശങ്കാജനകമാണ് ഇത്. അങ്ങനെ കോടതി കേസ് അഡ്മിറ്റ് ചെയ്തെങ്കിൽ, ഏതെങ്കിലും ഒരു പീറ കോടതി പോലും ഇങ്ങനെ ഒരു കേസ് അഡ്മിറ്റ് ചെയ്യൂ. ഈ കേസ് അഡ്മിറ്റ് ചെയ്തത് തന്നെ വളരെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ പറ്റി തന്നെ സംശയങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നടപടിയാണ്. ഈ രാജ്യത്ത് എന്താ നടക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. ചലച്ചിത്ര സംവിധായകരായ മണിരത്നം, അനുരാഗ് കശ്യപ്, ചരിത്രകാരനായ രാമചന്ദ്ര ഗുഹ തുടങ്ങിയവരടക്കം 50 പേരാണ് കത്തിൽ ഒപ്പിട്ടിരുന്നത്. കൈരളി ന്യൂസ്, ദില്ലി. രാജ്യത്ത് ആൾക്കൂട്ട കൊലകളും വിദ്വേഷ പ്രചാരണവും കൊടുമ്പിരി കൊള്ളുന്നതിനാൽ ആശങ്ക രേഖപ്പെടുത്തി പ്രധാനമന്ത്രിക്ക് കത്തയച്ച അടൂർ ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയത് പ്രതിഷേധാർഹമാണെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ അറിയിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് 1 ലക്ഷം കത്തയക്കും. മുഴുവൻ യുവതീ-യുവാക്കളും ഇതിന്റെ ഭാഗമായി രംഗത്തിറങ്ങണമെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ അഭ്യർത്ഥിച്ചു. സംഘപരിവാറിനെ വിമർശിക്കുന്നവരെ മുഴുവൻ രാജ്യദ്രോഹികളെന്ന് മുദ്രകുത്തി പീഡിപ്പിക്കാനാണ് നീക്കം. അടൂർ ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയത് ഉടൻ പിൻവലിക്കണമെന്നും ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു. മോദി സർക്കാരിന്റെ ജനവിരുദ്ധ നടപടികൾക്കെതിരെ രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്ത സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അഭിപ്രായ സ്വാതന്ത്ര്യം പോലും ഇല്ലാതായി. സാംസ്കാരിക നായകർക്കെതിരെ കേസെടുത്തതിലൂടെ എതിരഭിപ്രായങ്ങൾ പാടില്ലെന്ന സന്ദേശം നൽകുകയാണ് കേന്ദ്ര സർക്കാരെന്ന് സീതാറാം യെച്ചൂരി കുറ്റപ്പെടുത്തി. ജമ്മുകാശ്മീരിൽ കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളാണ് നടക്കുന്നതെന്നും സിപിഐഎം കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ യെച്ചൂരി ചൂണ്ടിക്കാട്ടി. 3 ദിവസം നീണ്ട സിപിഐഎം കേന്ദ്ര കമ്മിറ്റി യോഗം ദില്ലിയിൽ സമാപിച്ചു. കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങൾ രാജ്യത്തെ തകർച്ചയിലേക്ക് നയിച്ചുവെന്ന് കേന്ദ്ര കമ്മിറ്റി ചൂണ്ടിക്കാട്ടി. തൊഴിലില്ലായ്മ നിരക്ക് വർദ്ധിച്ചു. ഒക്ടോബർ 10 മുതൽ 16 വരെ നീണ്ടുനിൽക്കുന്ന രാജ്യവ്യാപക പ്രക്ഷോഭത്തിനും കേന്ദ്ര കമ്മിറ്റി ആഹ്വാനം ചെയ്തു. ജമ്മുകാശ്മീരിൽ കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് നടക്കുന്നത്. കേന്ദ്ര കമ്മിറ്റി അംഗവും കാശ്മീരിൽ നിന്നുള്ള സിപിഐഎം MLAയുമായ യൂസഫ് തരിഗാമിക്ക് അപ്രഖ്യാപിത യാത്രാവിലക്കിനെ തുടർന്ന് കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാനായില്ലെന്നും യെച്ചൂരി പറഞ്ഞു. പൗരത്വ പട്ടിക രാജ്യവ്യാപകമാക്കാനാണ് കേന്ദ്ര സർക്കാർ നീക്കം. പട്ടികയിൽ ഉൾപ്പെടാത്തവർക്കായുള്ള തടങ്കൽ പാളയങ്ങളുടെ നിർമ്മാണം നിർത്തിവെക്കണമെന്നും കേന്ദ്ര കമ്മിറ്റി ആവശ്യപ്പെട്ടു. ആൾക്കൂട്ട ആക്രമണങ്ങൾക്കെതിരെ പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയ സാംസ്കാരിക നായകർക്കെതിരായ കേസ് ജനാധിപത്യ വിരുദ്ധമെന്ന് യെച്ചൂരി വിമർശിച്ചു. എതിരഭിപ്രായങ്ങൾ പാടില്ലെന്ന സന്ദേശമാണ് കേസിലൂടെ നൽകാൻ കേന്ദ്രം ശ്രമിക്കുന്നത്. कानूनी कार्रवाई करके अब तो लोगों को डराना और धमकाने की बात हुई, यानी कोई भी उनके खिलाफ आवाज नहीं उठा सकता. ये है मैसेज जो वो दे रहे हैं. മഹാരാഷ്ട്ര, ഹരിയാന തെരഞ്ഞെടുപ്പിൽ BJPയെ തോൽപ്പിക്കുകയാണ് പാർട്ടി ലക്ഷ്യം. ഇതിനായി മതേതര ജനാധിപത്യ പാർട്ടികളുമായി യോജിച്ച് പ്രവർത്തിക്കും. ഇന്ത്യയിലെ കമ്മ്യൂണിസത്തിന്റെ 100ാം വാർഷിക ദിനം 1 വർഷം നീണ്ട ആഘോഷ പരിപാടികളോടെ നടത്താനും കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചു. പാലാ ഉപതെരഞ്ഞെടുപ്പിലെ LDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിൽ വോട്ടർമാരെ കേന്ദ്ര കമ്മിറ്റി അഭിനന്ദിച്ചു. കൈരളി ന്യൂസ്, ദില്ലി. മരട് ഫ്ളാറ്റ് ഉടമകൾക്ക് സമയം നീട്ടി നൽകാനാകില്ലെന്ന് സുപ്രീം കോടതി. ഒഴിയാൻ ഒരാഴ്ച കൂടി സമയം അനുവദിക്കണമെന്ന ഹർജി സുപ്രീം കോടതി തള്ളി. 1 മണിക്കൂർ പോലും അനുവദിക്കാനാകില്ലെന്ന് ജസ്റ്റിസ് അരുൺ മിശ്ര വ്യക്തമാക്കി. അഭിഭാഷകരോട് ജസ്റ്റിസ് അരുൺ മിശ്ര ക്ഷുഭിതനായി സംസാരിച്ചു. ഇനിയും വാദിച്ചാൽ കോടതി അലക്ഷ്യ നടപടി നേരിടേണ്ടി വരുമെന്നും അരുൺ മിശ്ര താക്കീത് നൽകി. മരടിലെ ഫ്ളാറ്റ് സമുച്ചയങ്ങൾ പൊളിച്ചു നീക്കാനുള്ള വിധിക്കെതിരെ സമർപ്പിച്ച റിട്ട് ഹർജി ഫയലിൽ സ്വീകരിക്കണമെന്നും അടിയന്തരമായി പരിഗണിക്കണമെന്നും ആവശ്യപ്പെട്ട് നാഷണൽ ലോയേഴ്സ് ക്യാമ്പയിൻ സുപ്രീംകോടതിയിൽ നൽകിയ ഹർജിയാണ് തള്ളിയത്. ഒരാഴ്ച കൂടി സമയം നീട്ടി നൽകണമെന്ന ഫ്ളാറ്റ് ഉടമകളുടെ ആവശ്യം തള്ളിയ ജസ്റ്റിസ് അരുൺ മിശ്ര 1 മണിക്കൂർ പോലും സമയം നീട്ടി നൽകാൻ ആവില്ലെന്നും വ്യക്തമാക്കി.
ഇത്തരം ഹർജിയുമായി കോടതിക്ക് മുന്നിൽ വരരുതെന്ന് പറഞ്ഞ ജസ്റ്റിസ് അരുൺ മിശ്ര അഭിഭാഷകരോട് ക്ഷുഭിതനാവുകയും ചെയ്തു. നാഷണൽ ലോയേഴ്സ് ക്യാമ്പയിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ പരമാവധി ക്ഷമിച്ചതാണെന്നും കൂടുതൽ വാദിച്ചാൽ കോടതിയലക്ഷ്യ നടപടി നേരിടേണ്ടി വരുമെന്ന താക്കീതും നൽകി. നേരത്തെ മരടുമായി ബന്ധപ്പെട്ട ഒരു ഹർജിയും രാജ്യത്തെ ഒരു കോടതിയും പരിഗണിക്കരുതെന്ന് ജസ്റ്റിസ് അരുൺ മിശ്ര ഉത്തരവിട്ടിരുന്നു. മരട് വിധി ജീവിക്കാനുള്ള അവകാശത്തിന്റെ ലംഘനമാണെന്നും ഫ്ളാറ്റ് ഉടമകളെ കേട്ടില്ലെന്നുമായിരുന്നു ഫ്ളാറ്റ് ഉടമകളുടെ ഹർജിയിലെ വാദം. കൈരളി ന്യൂസ്, ദില്ലി. അതേസമയം മരടിലെ ഫ്ളാറ്റുകളിൽ നിന്നുള്ള ഉടമകളുടെ ഒഴിഞ്ഞുപോക്ക് ഇന്നും തുടർന്നു. ഫ്ളാറ്റുകളിൽ നിന്ന് സാധനങ്ങൾ മാറ്റാൻ സമയം നീട്ടി നൽകുകയും സാധനങ്ങൾ മാറ്റുന്നതുവരെ ഫ്ളാറ്റുകളിലേക്കുള്ള വെള്ളവും വൈദ്യുതിയും കട്ട് ചെയ്യില്ലെന്നും ജില്ലാ കളക്ടർ അനുവദിച്ചതോടെ പ്രതിഷേധങ്ങളില്ലാതെയാണ് താമസക്കാർ ഒഴിയുന്നത്. 5 ഫ്ളാറ്റുകളിലെ 326 കുടുംബങ്ങളിലെ 243 കുടുംബങ്ങൾ ഇതിനോടകം തന്നെ ഫ്ളാറ്റുകളിൽ നിന്ന് താമസം മാറിക്കഴിഞ്ഞു. ബാക്കിയുള്ളവർ സാധനങ്ങൾ മാറ്റിയ ശേഷം ഫ്ളാറ്റുകളിൽ നിന്ന് ഒഴിയാമെന്ന് സർക്കാരിനെ രേഖാമൂലം അറിയിക്കുകയും ചെയ്തു. ഇന്നലെ വൈകിട്ട് 5 മണി വരെയായിരുന്നു മരടിലെ ഫ്ളാറ്റുകളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ താമസക്കാർക്ക് നൽകിയിരുന്ന അവസാന സമയം. സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂല പ്രകാരമായിരുന്നു ഈ സമയം അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ വീണ്ടും സാധനങ്ങൾ മാറ്റാൻ തങ്ങൾക്ക് അല്പം കൂടി സമയം നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഇന്നലെ രാത്രി 12 മണി വരെയും സമയം നീട്ടി നൽകി. എന്നാൽ ഇപ്പോൾ കുറച്ച് കുടുംബങ്ങൾ മാത്രമാണ് ഇനിയിപ്പോൾ മരടിലെ ഈ 5 ഫ്ളാറ്റുകളിൽ നിന്നായി ഒഴിഞ്ഞു പോകാൻ ബാക്കിയുള്ളത്. 326 കുടുംബങ്ങളാണ് മരടിലെ 5 ഫ്ളാറ്റുകളിലായി താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരിൽ ഏകദേശം 240-ലധികം കുടുംബങ്ങൾ 243 കുടുംബങ്ങൾ ഇതിനോടകം തന്നെ മരടിലെ ഫ്ളാറ്റുകളിൽ നിന്ന് ഒഴിഞ്ഞുപോയി. 83 കുടുംബങ്ങളാണ് ഇന്നലെ രാത്രിയുള്ള കണക്കുകൾ അനുസരിച്ച് ഇനി ഒഴിഞ്ഞു പോകാനുള്ളത്. ഇവരും ഒഴിഞ്ഞു പോകാൻ സന്നദ്ധത അറിയിച്ച് രേഖാമൂലം ജില്ലാ ഭരണകൂടത്തെ എഴുതി അറിയിച്ചിട്ടുണ്ട്. അവരുടെ സാധന സാമഗ്രികളാണ് ഇപ്പോൾ മരടിൽ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് അല്ലെങ്കിൽ നാളെയോട് കൂടി ഇവിടെ നിന്ന് സാധനങ്ങൾ പൂർണ്ണമായി മാറ്റാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഫ്ളാറ്റ് ഉടമകൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴേ സാധനങ്ങൾ കയറ്റുന്നതിന് ഇലക്ട്രിസിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോരുത്തരും സമാധാനപരമായിട്ട് അവരവരുടെ സാധനങ്ങൾ കയറ്റി പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ബുദ്ധിമുട്ടുകളില്ല. പിന്നെ ഇനി ആർക്കോ കുറച്ച് പേർക്ക് ഫ്ളാറ്റ് കിട്ടാനുണ്ട്. ആ ആളുകൾക്കും കൂടെ ഫ്ളാറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് മുനിസിപ്പാലിറ്റിയിൽ ലിസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അതനുസരിച്ച് ഫ്ളാറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും. ഫ്ളാറ്റുകൾ ഒഴിപ്പിക്കുന്ന നടപടികളോട് പൂർണ്ണമായും അനുഭാവപൂർണ്ണമായാണ് ഇപ്പോൾ ഫ്ളാറ്റ് ഉടമകൾ പ്രതികരിക്കുന്നത്. ജില്ലാ ഭരണകൂടം എല്ലാവിധത്തിലുള്ള പിന്തുണയും നൽകുന്നുണ്ടെന്നും അതിനാൽ തന്നെ ഇപ്പോൾ യാതൊരു തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കും സാധ്യതയില്ലെന്നും അല്ലെങ്കിൽ ആവശ്യമില്ലെന്നും തന്നെയാണ് ഇവരുടെ പക്ഷം. എന്തായാലും സ്ഥിതിഗതികൾ വീക്ഷിക്കാൻ ഇന്നലെ ജില്ലാ കളക്ടർ ഉൾപ്പെടെ സ്ഥലത്തെത്തിയ ഈ ഒരു സാഹചര്യത്തിൽ എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധങ്ങളില്ലാതെ തന്നെ ഈ ഫ്ളാറ്റുകൾ ഒഴിപ്പിച്ച ഗവൺമെന്റിന് മറ്റു നടപടികളുമായി മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ രാജു വർഗീസിനൊപ്പം വിഷ്ണുപ്രസാദ്, കൈരളി ന്യൂസ്. പാലാരിവട്ടം പാലം അഴിമതി കേസിൽ മുൻമന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിനെതിരെ നിർണായക നീക്കവുമായി വിജിലൻസ്. കേസിൽ ഇബ്രാഹിം കുഞ്ഞിന്റെ പങ്ക് പ്രത്യേകമായി അന്വേഷിക്കാൻ വിജിലൻസ് സർക്കാരിന്റെ അനുമതി തേടി. പൊതുപ്രവർത്തകർക്കെതിരെയുള്ള അന്വേഷണത്തിന് മുൻകൂർ അനുമതി വാങ്ങണമെന്ന സുപ്രീംകോടതി ഭേദഗതി പ്രകാരമാണ് വിജിലൻസിന്റെ നടപടി. പാലാരിവട്ടം പാലം അഴിമതി കേസിൽ മുൻമന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിന്റെ ഇടപെടൽ സംശയാസ്പദമാണെന്ന് വിജിലൻസ് നിഗമനത്തിലെത്തിയിരുന്നു. കരാറുകാരന് മുൻകൂർ പണം നൽകാൻ അനുമതി നൽകിയതിൽ ചില ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്നും വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ സൂചിപ്പിച്ചിരുന്നു. മാത്രമല്ല, ഇബ്രാഹിം കുഞ്ഞിനെതിരെ കേസിലെ 4ാം പ്രതിയായ TO സൂരജ് ശക്തമായ മൊഴിയും നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ മുൻമന്ത്രിയും നിലവിൽ MLAയുമായ ഇബ്രാഹിം കുഞ്ഞിന്റെ പങ്ക് പ്രത്യേകമായി അന്വേഷിക്കാനാണ് വിജിലൻസിന്റെ തീരുമാനം. അഴിമതി നിരോധന നിയമത്തിൽ 2018 സുപ്രീംകോടതി ഭേദഗതി പ്രകാരം പൊതുപ്രവർത്തകർക്കെതിരെ അന്വേഷണം നടത്തണമെങ്കിൽ മുൻകൂർ അനുമതി വാങ്ങണമെന്നാണ് നിബന്ധന. ഇതുപ്രകാരം മന്ത്രി എന്ന നിലയിൽ ഇബ്രാഹിം കുഞ്ഞ് അന്ന് നടത്തിയ ഇടപെടൽ അന്വേഷിക്കാൻ വിജിലൻസ് സർക്കാരിന്റെ അനുമതി തേടിയിരിക്കുകയാണ്. അനുമതി ലഭിച്ചാലുടൻ ഇബ്രാഹിം കുഞ്ഞിനെ ചോദ്യം ചെയ്യാനായി വീണ്ടും നോട്ടീസ് നൽകാനാണ് വിജിലൻസിന്റെ തീരുമാനം. പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ തീർപ്പ് വന്ന ശേഷം തുടർ നടപടികളിലേക്ക് കടക്കുമെന്ന് വിജിലൻസ് പറഞ്ഞിരുന്നു. ജാമ്യാപേക്ഷയിൽ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ വാദം പൂർത്തിയാക്കി വിധി പറയാൻ മാറ്റിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് വിജിലൻസിന്റെ നിർണായക നീക്കം. കൈരളി ന്യൂസ്, കൊച്ചി. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് പോവുകയാണ്. വട്ടിയൂർക്കാവിൽ ഗൃഹസന്ദർശനങ്ങളുടെ തിരക്കിലാണ് LDF സ്ഥാനാർത്ഥി VK പ്രശാന്ത്. പ്രചാരണത്തിൽ LDF ബഹുദൂരം മുന്നിലാണ്. ഇവിടുത്തെ സാന്നിധ്യം വട്ടിയൂർക്കാവിൽ ചർച്ചയാണെന്ന് VK പ്രശാന്ത് പറഞ്ഞു. സ്ഥാനാർത്ഥിക്കൊപ്പം ലെസ്ലി ജോൺ ചേരുകയാണ്. ലെസ്ലി, എങ്ങനെയാണ് ഇന്ന് പ്രചരണം പുരോഗമിച്ചത്? പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ഇനി 17 ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് സ്ഥാനാർത്ഥിയുടെ പ്രചരണം ശക്തമായി LDF സ്ഥാനാർത്ഥി VK പ്രശാന്ത് തന്റെ പ്രചരണം ശക്തമായി മുൻപോട്ട് കൊണ്ടുപോകുന്നത്. എന്തായാലും ഇപ്പോൾ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ വീട് കയറിയുള്ള പ്രചരണമാണ് അദ്ദേഹം നടത്തുന്നത്. നമുക്ക് കാണാം, നമ്മുടെ തൊട്ട് പുറകിൽ തന്നെ ഓരോ വീടുകളിലും ഗൃഹനാഥരെയും ഗൃഹത്തിലുള്ളവരെയും എല്ലാം പരിചിതമാണെങ്കിലും പരിചയം പുതുക്കൽ മാത്രം മതി സ്ഥാനാർത്ഥിക്ക് എന്നുള്ളതാണ് പ്രശാന്തിന്റെ ഒരു മേൽമയായി ഈ മേഖലയുള്ളവർ
നേതാക്കന്മാരും കണക്കാക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായി തന്നെ ഇപ്പോഴുവരെയുള്ള പ്രചരണത്തിന്റെ ഒരു മേൽക്കൈ എത്രത്തോളം ഉണ്ടെന്ന് സ്ഥാനാർത്ഥിയോട് നിന്ന് ചോദിക്കാം. എങ്ങനെ പോകുന്നു പ്രചരണം നല്ല നിലയ്ക്ക് തന്നെ മുന്നോട്ട് പോവുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും വലിയ സ്വീകാര്യത നമുക്ക് ലഭിക്കുന്നുണ്ട്. ആവേശകരമായിട്ടുള്ള കൺവെൻഷനുകളാണ് നടക്കുന്നത്. ജനപങ്കാളിത്തം എല്ലായിടത്തും നന്നായി ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ വട്ടിയൂർക്കാവിൽ അത്തരമൊരു പ്രതികരണം തീർച്ചയായും ഞങ്ങൾക്ക് വലിയ വിജയപ്രതീക്ഷയാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടെമ്പോ ഈ പ്രചരണത്തിൽ ഉടനീളം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് LDF പരിശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും വിജയം ഉറപ്പെന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. എതിർചേരിയിൽ ചില അസ്വാരസ്യങ്ങൾ വരുന്നു. മണ്ഡലത്തിൽ MP ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ട് എന്നുള്ള ഒരു പ്രശ്നം അത് എതിർ സ്ഥാനാർത്ഥി തന്നെ ഉയർത്തുന്ന സാഹചര്യമുണ്ട്. MP-യുടെ ഒരു അഭാവം അത് വട്ടിയൂർക്കാവ് മണ്ഡലത്തെ സംബന്ധിച്ചൊരു പ്രാധാന്യമുള്ള ഒരു വിഷയമാണോ? അല്ല, തീർച്ചയായിട്ടും അത് ജനം വിലയിരുത്തേണ്ട ഒരു കാര്യമാണ്. അവർക്ക് വലിയ അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം ഉണ്ടായിരുന്നു. അപ്പോൾ സ്ഥലം MLA ആയിരുന്ന മുൻ KPCC പ്രസിഡന്റായിരുന്ന ആളിന്റെ അഭിപ്രായത്തിന് വില കൽപ്പിക്കാതെ പോകുന്നു. അപ്പോൾ അതൊക്കെ സ്വാഭാവികമായും കോൺഗ്രസ് അണികൾക്കിടയിലും പ്രതിഷേധം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അതെല്ലാം തന്നെ LDF-ന് ഗുണകരമായി മാറും. ഇനിയുള്ള ദിവസങ്ങൾ അത് ഒരു വലിയ പോരാട്ടത്തിന്റെ ദിനങ്ങളാണ്. പ്രചരണത്തിന്റെ രംഗത്തേക്ക് എത്തുമ്പോൾ ഇതുവരെയുള്ള ഒരു ആത്മവിശ്വാസം എത്രത്തോളം നിലനിർത്തിക്കൊണ്ട് പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ കഴിയുമെന്നാണ് കരുതുന്നത്? തീർച്ചയായിട്ടും ഇപ്പോൾ LDF ഗവൺമെന്റ് ചെയ്തു വരുന്ന നല്ല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ഇപ്പോൾ ജനം മനസ്സിലാക്കി വരികയാണ്. അപ്പോൾ നേരത്തെ ചില അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കി ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് അത് കൊണ്ടുവരാനായിരുന്നു, മേൽക്കൈ നേടാനായിരുന്നു പലരും പരിശ്രമിച്ചത്. ഇപ്പോൾ അത് ജനം കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഗവൺമെന്റ് ചെയ്ത നല്ല കാര്യങ്ങൾ ഈ ഓണത്തിനടക്കം ജനങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചു. വിലക്കയറ്റം പിടിച്ചു നിർത്താനും മറ്റ് പ്രശ്നങ്ങൾ ഒഴിവാക്കാനും ഒക്കെ തന്നെ നന്നായി പരിശ്രമിച്ചു. നന്നായി നമുക്ക് ഇടപെടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായും ഞങ്ങൾക്ക് വലിയ പോസിറ്റീവായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ഉണ്ടാക്കി തന്നിരിക്കുന്നത്. എന്തായാലും മറ്റുള്ള സ്ഥാനാർത്ഥികൾക്കില്ലാത്ത ഒരു പ്രത്യേകത, മേയർ ബ്രോ എന്ന ഒരു പ്രത്യേകത താങ്കളുടെ സ്വന്തം വികസന പ്രവർത്തനങ്ങൾ എത്രത്തോളം ഫലവത്താവും? തീർച്ചയായിട്ടും ഞങ്ങൾ ഈ ഒരു കഴിഞ്ഞ 4 വർഷമായി നഗരസഭയെ കൃത്യമായി മുന്നോട്ട് നയിക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു വലിയ ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. LDF അതും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് മേയർ തന്നെ ഈ മണ്ഡലത്തിന്റെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത്. അത് വളരെ പോസിറ്റീവായിട്ടൊരു അന്തരീക്ഷമാണ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് ഇത്തവണ LDF-ന് അനുകൂലമായി വോട്ട് ചെയ്യുന്ന ഒരു പ്രതീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ഗുണകരമായി മാറുമെന്നുള്ളതാണ് കാണുന്നത്. തീർച്ചയായും LDF എന്ന മുന്നണി അത് രാഷ്ട്രീയം മറന്നുകൊണ്ടുള്ള ഒരു വോട്ടിങ്ങിന്റെ ഏകീകരണത്തിന് വേണ്ടി ഒരു സ്ഥാനാർത്ഥിയെ എത്തിച്ചിരിക്കുന്നു മണ്ഡലത്തിലേക്ക്. കഴിഞ്ഞ 2 തവണ വട്ടിയൂർക്കാവിൽ പുറകിലേക്ക് പോകുകയും ചെയ്ത സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ തന്നെയാണ് മണ്ഡലം തിരിച്ചുപിടിക്കുക എന്നുള്ള കൃത്യമായ വാശിയോടുകൂടി ചിട്ടയായ പ്രവർത്തനത്തോടുകൂടി LDF മുൻപോട്ട് പോകുന്നത്. ഒപ്പം തന്നെ മേയർ ബ്രോ അവരുടെ പ്രവർത്തനവുമായി മുൻപോട്ട് പോകുന്നത്. ശശി തരൂർ വിശ്വപൌരനായതിനാലാണ് വട്ടിയൂർക്കാവിൽ സജീവമാകാൻ കഴിയാത്തതെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. K മുരളീധരന് വടകര മണ്ഡലത്തിൽ പരിപാടികൾ ഉള്ളതിനാലാണ് വട്ടിയൂർക്കാവിൽ മുഴുവൻ സമയവും ഇല്ലാത്തത്. ഉപതെരഞ്ഞെടുപ്പിൽ ശബരിമല തന്നെയാണ് UDF-ന്റെ പ്രധാന പ്രചരണ ആയുധം. ശബരിമല പ്രചരണത്തിന് ഉപയോഗിക്കരുതെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം പ്രായോഗികമല്ലെന്നും മുല്ലപ്പള്ളി. KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മഞ്ചേശ്വരത്ത് ഇന്ന് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നേതൃത്വം നൽകാൻ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. ഇപ്പം അങ്ങ് പറയുന്നത് ശബരിമല തന്നെയാണ് ഒരു പ്രധാന പ്രചരണ വിഷയം എന്നാണ്. തിരഞ്ഞെടുപ്പ് ഓഫീസർ പറയുന്നത് പ്രചരണത്തിന് ഉപയോഗിക്കാൻ പാടില്ല. അപ്പം ആ നിർദ്ദേശം അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മാത്രമല്ല ഈ രാജ്യത്തെ ഭരണഘടനാ നിർമ്മിതമായ എല്ലാ സ്ഥാപനത്തെയും അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തൊരു പാർട്ടി തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എടുത്ത നിലപാടിനെ കുറിച്ചും BJP എടുത്ത നിലപാടിനെ കുറിച്ചും ചർച്ച നടത്തണമെന്നാണ്. അത് മറ്റൊരു ഏതെങ്കിലും തരത്തിൽ ഒരു വിഭാഗത്തിന്റെ വികാരത്തെ വ്രണപ്പെടുത്താൻ വേണ്ടിയിട്ട് നിലപാടല്ല ഇലക്ഷൻ കമ്മീഷൻ ഉദ്ദേശിച്ചത്. ഇലക്ഷൻ കമ്മീഷന്റെ നമ്മുടെ കേരളത്തിലെ ചുമതലയുള്ള ബഹുമാന്യനായ കമ്മീഷണർ അദ്ദേഹം എടുത്ത നിലപാട് തന്നെയാണ്. ദയവ് ചെയ്ത് ബഹുമാന്യനായ അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധിയെ നിങ്ങൾ ചോദ്യം ചെയ്യരുത്. ഈ എല്ലാ മണ്ഡലത്തിലും ഇത് വട്ടിയൂർക്കാവ് പൊതുവെ ഒരു ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അവിടെ നേതാക്കളുടെ അസാന്നിധ്യം ഞാൻ എടുത്തു പറയാം. ശശി തരൂർ അവിടെ പ്രചരണത്തിനില്ല എന്നുള്ള ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു ചർച്ച നിലനിൽക്കുന്നുണ്ട്. എന്താണ് അതിന്റെ അടിസ്ഥാനം? ഇന്നലെ നിങ്ങൾ പറഞ്ഞത് ശ്രീ K മുരളീധരൻ ഇല്ലാതാണ്. മുരളീധരനും കൂടി അതും കൂടി വിട്ടുപോയി. മുരളീധരൻ ഇന്നലെ അദ്ദേഹം എന്റെ കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ ഒക്ടോബർ 2 ഗാന്ധിജിയുടെ 150-ാം ജന്മവാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചടങ്ങിൽ സംബന്ധിക്കാൻ അദ്ദേഹത്തോട് ഇവിടെ ഉണ്ടാകണം ഞാനാണ് പറഞ്ഞത്. അദ്ദേഹം തിരുവനന്തപുരത്ത് പോകേണ്ടതായിരുന്നു. എന്റെ നിർബന്ധം കൊണ്ടാണ് അദ്ദേഹം കോഴിക്കോട്ടിൽ നിന്നത്. കാരണം വടകരയിലെ MP ആയതുകൊണ്ട് തന്നെ
കോഴിക്കോട് ജില്ലയിൽ നടക്കുന്ന പരിപാടി ആയതുകൊണ്ട് നേതൃത്വം കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ടാണ് വിടുന്നത്. ഇന്ന് കാലം തുടങ്ങി അദ്ദേഹം സജീവമാണ്. ശശി തരൂർ ഈ തെരഞ്ഞെടുപ്പിൽ എൻ്റെ സ്ഥാനാർത്ഥി ശ്രീമാൻ മോഹൻകുമാറാണെന്ന കാര്യം അദ്ദേഹം സ്ഥലത്തില്ലെങ്കിൽ പോലും ആദ്യം പ്രഖ്യാപിച്ച അദ്ദേഹമാണ്. ഏറ്റവും യോഗ്യനായ സ്ഥാനാർത്ഥി നിർത്താൻ സാധിച്ചു എന്നുള്ള അഭിമാനവും അദ്ദേഹം തൻ്റെ ട്വീറ്റിലൂടെ നാട്ടിൽ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ പാർട്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യാത്രയിലാണ്. തീർച്ചയായിട്ടും ഈസ് എൻ ഇന്റർനാഷണൽ സിറ്റിസൺ. എങ്ങനെയാണ് 5 മണ്ഡലത്തിലെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ പ്രചരണ ഘട്ടം പിന്നിടുന്നു? ഒരു UDFന്റെ പ്രതീക്ഷകൾ എങ്ങനെയാണ്? UDFന്റെ പ്രതീക്ഷ ഒരു സംശയം വേണ്ട, 5 നിയോജകമണ്ഡലത്തിലും ഐക്യ ജനാധിപത്യ കക്ഷി വിജയിക്കും. അപ്പൊ ചോദിക്കും, നിങ്ങൾ പറഞ്ഞില്ലേ 6 നിയോജകമണ്ഡലം ജയിക്കും എന്ന് പറഞ്ഞു, 6 അടിക്കും പറഞ്ഞില്ലേ? അറിയാമല്ലോ, അവിടെ കളി നടക്കും മുമ്പേ നിങ്ങൾ അവിടുത്തെ കളിക്കളം കയ്യേറിയതാണ് CPM. അവിടെ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ കളിക്കളം കയ്യേറുന്ന ചില ശ്രമങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ആ ശ്രമത്തെ ഞങ്ങൾ ചെറുക്കും. ഈ തവണ അനുവദിക്കില്ല. അവിടെ പറഞ്ഞല്ലോ, ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടം രാഷ്ട്രീയമായി അവിടെ നടന്നിട്ടില്ല. ഈ തവണ ഇവിടെ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ്. ഞങ്ങൾ രാഷ്ട്രീയമേ ചർച്ച ചെയ്യും, രാഷ്ട്രീയമല്ലാത്ത മറ്റൊന്നും ചർച്ചയില്ല. ഏതായാലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന എല്ലാ മണ്ഡലത്തിലും ഒറ്റക്കെട്ടായാണ് UDF നേരിടുന്നത്. വലിയ വിജയം നേടാനാവും എന്നുള്ള പ്രതീക്ഷയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പങ്കുവെക്കുന്നത്. അതോടൊപ്പം തന്നെ നേതാക്കളുടെ സാന്നിധ്യം ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതില്ല എന്നും അദ്ദേഹം പറയുന്നു. മഞ്ചേശ്വരത്ത് നിന്നും ക്യാമറാമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം M സന്തോഷ്. BPCL സ്വകാര്യവൽക്കരിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം പ്രതിഷേധാർഹമെന്ന് ബെന്നി ബെഹനാൻ MP. പാർലമെന്റിന്റെ അനുമതി തേടാതെയാണ് ഈ നടപടി. ഇത് സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണ്. ഉപതെരഞ്ഞെടുപ്പ് അവസാനിച്ചാൽ ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ബെന്നി ബെഹനാൻ കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. BPCL അടക്കമുള്ള കമ്പനികൾ സ്വകാര്യവൽക്കരിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ശ്രമത്തിൽ പാർലമെന്റിന്റെ അനുവാദം തേടിയിട്ടില്ല. പാർലമെന്റിന്റെ അനുവാദത്തോടു കൂടി മാത്രമേ ചെയ്യാൻ കഴിയൂ എന്ന് നേരത്തെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ സുപ്രീം കോടതിയുടെ വിധിയെ മറികടന്ന് പാർലമെന്റിന്റെ അധികാരങ്ങളെ മറികടന്നുകൊണ്ട് ഇന്ത്യയിലെ നവരത്ന കമ്പനികളെ ഇവിടുത്തെ സ്വകാര്യ കോർപ്പറേറ്റ് മാനേജ്മെന്റുകൾക്ക് അടിയറ പറയിച്ച് കോർപ്പറേറ്റ് മാനേജ്മെന്റുകളെ സഹായിക്കാനുള്ള മോഡി സർക്കാരിന്റെ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായി നടക്കുന്ന ഒരു കച്ചവടമാണ് ഇത് എന്ന് ഞാൻ ആദ്യമായി ആരോപിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പട്ടികയെ ചൊല്ലി മഹാരാഷ്ട്ര കോൺഗ്രസിൽ പൊട്ടിത്തെറി. രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തരെ മനഃപൂർവ്വം ഒഴിവാക്കിയെന്ന് മുതിർന്ന നേതാവ് സഞ്ജയ് നിരുപം. രാഹുലിന്റെ വിശ്വസ്തനായതിനാൽ തന്റെ വാക്കുകൾ തുടർച്ചയായി അവഗണിച്ചു. സ്ഥിതി ഇതാണെങ്കിൽ പാർട്ടിയിൽ തുടരാനാകില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ സംസ്ഥാനത്ത് കോൺഗ്രസിന് കെട്ടിവച്ച കാശ് പോലും കിട്ടില്ലെന്നും മുംബൈ കോൺഗ്രസ് മുൻ അധ്യക്ഷനായിരുന്ന സഞ്ജയ് നിരുപം പറഞ്ഞു. AICC ഓഫീസിലെ ചില ഉന്നതർ രാഹുൽ ഗാന്ധിക്കെതിരെ പ്രവർത്തിക്കുന്നതായും അദ്ദേഹം ആരോപിച്ചു. കോഴിക്കോട് വിമാനത്താവളത്തിന്റെ വികസനം സംബന്ധിച്ച് കേന്ദ്ര വ്യോമയാന മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് എളമരം MP. ഗൾഫ് യമയാത്രികർ അടക്കം കോഴിക്കോട് വിമാനത്താവളത്തെ ആശ്രയിക്കുന്നുണ്ട്. എന്നാൽ നിലവിൽ ആഭ്യന്തര സർവീസുകൾ പോലും ഗണ്യമായി കുറഞ്ഞ സാഹചര്യമാണ് ഉള്ളത്. വികസനത്തിനായി കൂടുതൽ ഭൂമി ഏറ്റെടുക്കൽ നടപടിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ നിലവിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് പോലും കേന്ദ്രം അനുകൂല നിലപാട് സ്വീകരിക്കുന്നില്ലെന്നും എളമരം കരീം ദില്ലിയിൽ പറഞ്ഞു. ഇപ്പോൾ ഈ ഡൊമസ്റ്റിക് ഓപ്പറേഷനും ആവശ്യത്തിനില്ല എന്ന പരാതി വ്യാപകമായിട്ടുണ്ട്. കോഴിക്കോട്ട് നിന്ന് ആവശ്യമായ ആഭ്യന്തര സർവീസുകൾ ഇല്ലാത്തത് മൂലം യാത്രക്കാർക്ക് വളരെയേറെ പ്രയാസങ്ങൾ ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പുറമെ ഇതിൻ്റെ വികസനത്തിനായി കുറച്ച് ഭൂമി ഏറ്റെടുത്ത് നൽകാൻ കേരള ഗവൺമെൻറ് തീരുമാനിച്ചിരുന്നു. അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ എയർപോർട്ടിൻ്റെ കൈവശമുള്ള ഭൂമിയിലും കഴിയാവുന്നത്ര വികസന പ്രവർത്തനങ്ങൾ നടത്താൻ എയർപോർട്ട് അതോറിറ്റി സന്നദ്ധമാകുന്നില്ല.